ഹായ് ഗൈസ്, എല്ലാവർക്കും സ്വാഗതം എൻ്റെ പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഒരു അടിപൊളി മുട്ട ബജിയാണ്. സാധാരണ എല്ലാവരും മുട്ട ബജി ഉണ്ടാക്കുന്നതാണ്. ഇതിനകത്ത് പ്രത്യേക ഇൻഗ്രീഡിയൻ്റൊക്കെ ചേർത്തിട്ട് ഉള്ള ഒരു അടിപൊളി മുട്ട ബജിയാണ്. ടേസ്റ്റിയാണ്, നോമ്പുകാർക്കൊക്കെ അടിപൊളിയാണ്, ചായ കുടിക്കാർക്കൊക്കെ അടിപൊളിയാണ്. നോമ്പ് തീരാറായി എങ്കിലും അടിപൊളി ഒരു മുട്ട ബജിയാണ് ഇന്ന് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും കാണുക, അതേപോലെ ചെയ്യാൻ ശ്രമിക്കുക. മുട്ട പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് സൂക്ഷിച്ച് ചെയ്യണം. ആവശ്യത്തിന് മൈദ എടുക്കുക. മൈദ എടുത്തോ, 2 സ്പൂൺ വേണം. 1 2 പോലെ 2 ഒന്നുകൂടെ ഇട്ടോ. 3 സ്പൂൺ മൈദ. അത് ഇച്ചിരി സോഡാപ്പൊടി, ഇച്ചിരി ഉപ്പിടുക. സ്വല്പം ഉപ്പ്, സ്വല്പം മതി, അത്രയും വേണം. ഇച്ചിരി ഉപ്പ്, സോഡാപ്പൊടി ഇല്ല. നിന്നെ കാണിക്കുന്നില്ലല്ലോ ഈ എൻ്റെ വായിടിക്കുന്നത്. സ്വല്പം മതി, അത്രയും വേണ്ട. മതി മതി മതി. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഉപ്പും സോഡാപ്പൊടിയും മൈദയും കൂടെ മിക്സാക്കി എന്നിട്ട് അതുപോലെ പിന്നെ ആവശ്യമുള്ളത് സ്വല്പം ഇഞ്ചി, 1 പച്ചമുളക്, കുറച്ച് മല്ലിക്കീര, കുറച്ച് സവോള, പെരിഞ്ചീരകം. പെരിഞ്ചീരകം ഇതിനകത്ത് കൈ കളഞ്ഞാൽ കുറച്ച് മതി. കുറച്ച് പെരിഞ്ചീരകം ഒന്ന് ഞെരടിയിട്ടോ. പെരിഞ്ചീരകം ഇനി അതെല്ലാം കൂടെ ഇങ്ങോട്ട് അയക്കും. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടോ. സവാള ഇടാം. അതിന് സവാള ഇട്ടു. മല്ലിക്കീര ഇടാൻ പോണം. മല്ലിക്കീര ഇട്ടു. പച്ചമുളക്, ഇഞ്ചി ഇതെല്ലാം കൂടെ ഒന്ന് കുഴച്ചെടുത്തേ കൈ കൊണ്ട്. എല്ലാം കുഴച്ച് മിക്സാക്കി എടുക്കുക. പൊടിക്ക് വെള്ളം ഒഴി. കട്ടിയായിട്ടിരിക്കുക, വെള്ളം ലൂസായി പോരും. കുറച്ച് വെള്ളം വെച്ചാൽ കട്ടിയാകുന്നു ഒരു കാരണവശാലും. ഇച്ചിരി മഞ്ഞൾ കൂടെ ഇട്ടു. പൊടിക്ക് മഞ്ഞൾ 1 അര മതി. അത്രയും വേണ്ട. മതി. സ്വല്പം മഞ്ഞൾ. നോക്കട്ടെ, കൈ വേണ്ടി കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു. കുറച്ചുകൂടെ ഒഴിച്ചു. കൈ മാറ്റിക്കും. ചൂട് വെള്ളം വേണം. 1 ഗ്ലാസ് വെള്ളം. 1 ഗ്ലാസ് വെള്ളം. അത് ആവശ്യത്തിന്, നമ്മുടെ മൈദയുടെയും നമ്മുടെ മുട്ടയുടെ അനുസരിച്ച് ആവശ്യത്തിന്. നമുക്ക് 3 മുട്ടയുള്ളൂ, അതുകൊണ്ടാണ് 1 പച്ചമുളക് ഇട്ടത്. ചെറിയ സവാള ഇട്ട് മുട്ട എണ്ണ അനുസരിച്ച് കൂട്ടിയിടാം. നോക്കട്ടെ.
ഇത് പരുവ് ഒരു 2 മിനിറ്റ് അവിടെ റെസ്റ്റ് ചെയ്യാൻ പറ്റും. 2 മിനിറ്റ് റെസ്റ്റ് വരാന്നിരിക്കണം. അപ്പോൾ എടുക്കാം എടുത്തോ. മൂന്ന് മുട്ട 12 പീസ്. മതി മതി, മാവെല്ലാം കൂടെ ഇട്ടു. പൊതിഞ്ഞിരിക്കണ്ടേ? അതും പറഞ്ഞാൽ അത്രയും മാവുണ്ട്. മാവ് വേകണ്ടേ? മുട്ട എന്തായാലും വേകണ്ട. മുട്ട വെന്താ മാവ് വെന്ത് കിട്ടണ്ടേ? അടിപൊളി മുട്ട മതി. അപ്പോൾ അത് മൊരിഞ്ഞു. ഞാൻ പറഞ്ഞില്ല മുട്ട പൊട്ടിത്തെറിക്കും. വെള്ള പൊട്ടിത്തെറിക്കില്ല. എടുത്തു അപ്പോൾ അത് മൊരിഞ്ഞു. ഞാൻ പറഞ്ഞില്ല മുട്ട പൊട്ടിത്തെറിക്കും. വെള്ള പൊട്ടിത്തെറിക്കില്ല. എടുത്തു അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ടവർക്കൊക്കെ എൻ്റെ ഹൃദയം തരുന്ന നന്ദി രേഖപ്പെടുത്തുകയാണ്. എല്ലാം ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് അമർത്തി പൊട്ടിച്ചേര്, എങ്കിലേ അടുത്ത വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ട ബജിയാണ്. ആ കൂട്ടുകാരനെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കും. എങ്ങനെയുണ്ടെന്ന് ചെയ്ത് നോക്കി എൻ്റെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അടിപൊളിയാണ്, ടേസ്റ്റിയാണ്. ആ കൂട്ട് അതാണ് അതിൻ്റെ കൂട്ട്. മൈദാമാവിലാണ് ചെയ്യുന്നത്. മുട്ട പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. അതിനാൽ മുട്ട വെള്ളക്കരുവ് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. അതിനാൽ സൂക്ഷിച്ച് വേണം ചെയ്യേണ്ടത്. കാലും കൈയൊന്നും എണ്ണ വീണ് കഴിഞ്ഞാൽ കാലും കൈയും മുഖമൊക്കെ പൊള്ളും. സൂക്ഷിച്ച് ചെയ്യുക പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ നിർത്തുകയാണ്. അടുത്ത വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യും. ഓക്കെ, ബൈ, ഗുഡ് ബൈ.